ഹലോ. അപ്പോൾ രാവിലെ തന്നെ എണിച്ചതും ആ കുയിലിൻ്റെതും കിളീൻ്റെതെല്ലാം സൗണ്ട് കേൾക്കാൻ എന്ത് ഭംഗിയാലേ. അപ്പോൾ കുറച്ച് നേരം പോയിട്ട് ആ കിളീൻ്റെയും കുയിലിൻ്റെയുള്ള സൗണ്ട് കേട്ടിട്ട് പുറത്തന്നെ നിന്നിട്ടാ. പിന്നെ അതിൻ്റെ ശേഷം ബ്രഷെല്ലാം ആക്കിയിട്ട് വന്ന് അടുക്കളയിൽ കയറി. ഞാൻ അടുക്കളയ്ക്ക് പോകുമ്പോഴത്തേന് ഉമ്മ ഇതാ പുട്ടിനുള്ള പൊടിയെല്ലാം കുഴച്ച് വെച്ചിന്. പിന്നെ പുട്ടിന് വേണ്ട തേങ്ങയെല്ലാം ചിരകി വെച്ചിട്ട് പുട്ടുണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് നേരം ഉമ്മാനെ ചുറ്റിപ്പറ്റിയിട്ട് നിന്നിട്ട് വീഡിയോ എടുത്തിട്ടാ. അപ്പോൾ ഉമ്മാക്ക് ഞാൻ ഫോൺ എടുത്തിട്ട് വരുന്നത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇത് വീഡിയോ എടുക്കാനാണ് ഫോണും ഏറ്റവും പിടിച്ചിട്ട് വരുന്നതെന്ന്. പിന്നെ ഇതാ ഉമ്മ പുട്ടും കുറ്റിക്ക് പൊടിയിടുന്ന വീഡിയോ എല്ലാം കുറച്ച് നേരം എടുത്തിട്ട് അങ്ങനെ അവിടെ തന്നെ നിന്നിട്ടാ. ഉപ്പിയും ഹസ്ബൻഡും അനിയനെല്ലാം കളത്തേക്ക് പോയിനട്ടാ. ഇന്നലെയും മിഞ്ഞാന്നും മഴയും പിന്നെ ഒരാഴ്ചയായിട്ട് മതിയാർക്ക് വെയിലില്ലാത്ത കൊണ്ട് തന്നെ കാപ്പിക്കലും പരുത്തലും ഇതന്നെ ആയിരുന്നട്ടോ ഒരാഴ്ചത്തെ പണി. ഉപ്പാൻ്റെ ഒരുക്ക് മതിയാർക്ക് വെയിലും ഇല്ല, ഉപ്പിയെല്ലാം ഉണങ്ങാണ്ട് അങ്ങനെ കിടക്കാണ് കേട്ടാ. അപ്പം രാവിലെ തന്നെ ഉപ്പാൻ്റെ ഒരു എണിച്ചതോ കളത്തേക്ക് പോയി. പിന്നെ ഇതാ ഉപ്പാൻ്റെ ഒരു വരുമ്പോഴത്തേനും ഉമ്മ എന്താക്കി ഇസ്റ്റിയും മൈക്ക് വേണ്ട കറിയെല്ലാം ഉണ്ടാക്കാൻ നിൽക്കുകയാണ് കേട്ടാ. ഞാൻ എണീച്ച് വരുമ്പോൾ തന്നെ 7 മണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്ന് ഉപ്പാൻ്റെവർക്കും അതുപോലെ തന്നെ കളത്തിൽ 2 പണിക്കാരുണ്ട് കേട്ടോ. ഓർക്കുള്ള നാസ്റ്റക്കും കൂടിയുള്ള പുട്ട് ചുടാനുണ്ടെന്ന്. ഉമ്മ കറിക്ക് വേണ്ട കടലയും തക്കാളിയും ഉള്ളിയെല്ലാം മുറിച്ച് വിസിലിനിടുമ്പത്തിന് ഞാൻ കറിക്ക് വേണ്ട തേങ്ങെല്ലാം ചിരകിട്ട് അത് അരക്കാൻ നിന്നിട്ടാ. പിന്നെ ഇതാ പണിക്കാർക്ക് വേണ്ടി നാസ്റ്റ ടിഫിനിലാക്കിയിട്ട് കൊടുത്തയക്കാൻ നിൽക്കുകയാണ് കേട്ടോ. ആ 2 പണിക്കാർ എപ്പോഴും ഉണ്ടാവും കേട്ടോ. ഓർക്ക് വേണ്ട നാസ്റ്റക്കുള്ളത് ഇവിടെ നിന്നാണ് കൊടുത്തയക്കൽ. ഉച്ചക്ക് പിന്നെ ഓരെന്നെ ചോറുണ്ടാക്കിക്കോളൂ, അല്ലെങ്കിൽ കഞ്ഞി എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് ഒരു കുടിക്കാറാണ് കേട്ടോ പതിവ്. വൈകുന്നേരം എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ബിരിയാണിയോ അല്ലെങ്കിൽ ഇറച്ചീൻ്റെ കറിയോ അങ്ങനെ എന്തെങ്കിലും വെക്കുക എന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് കൊടുത്തയക്കും കേട്ടാ. പിന്നെ എന്താ കറിക്കുള്ളതും കൂടി ഉമ്മ അടുപ്പത്തേക്ക് വെച്ചിനട്ടാ. പിന്നെ അതിൻ്റെ ശേഷം ഞാനും ഉമ്മയും ഓരോ ഗ്ലാസ് ചായയെല്ലാം എടുത്ത് കുടിച്ച് കുറച്ച് വാക്കെല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന. അതിൻ്റെ ഒരു കളത്തുനിന്ന് വരാൻ എന്തായാലും 9 മണിയാകും കേട്ടോ. 9 മണിയോ ഇല്ലെങ്കിൽ അതിൻ്റെ കൂടുതലാണ് ആവല്. അപ്പത്തിന് തയ്യാറാക്കണമെന്നേ ഉള്ളൂ. പിന്നെ ഞാൻ കറിക്കുള്ള തേങ്ങ എല്ലാം അരച്ച് വെച്ച് ഇതാ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ടി വി നോക്കിക്കൊണ്ട് ഇതാ പുട്ടും പിന്നെ കടലക്കറിയും പിന്നെ ഇന്നലത്തെ അൽഫാമിൻ്റെ ഒരു കഷ്ണം ബാക്കി ഉണ്ടായിന് കേട്ടോ. അപ്പോൾ അത് ഒരു ഗ്ലാസ് ചായ എല്ലാം എടുത്തിട്ട് വന്നിട്ട് നാസ്റ്റാക്കാനിരുന്നേ. ചില ദിവസങ്ങളിൽ ഇതുപോലെ ടി വി നോക്കിക്കൊണ്ട് ഇരുന്ന് നാസ്റ്റാക്കൂട്ടാ. ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാവരുടെ കൂടെ ഒപ്പരിരുന്നിട്ട് നാസ്റ്റാക്കൽ. ഇന്നാണെങ്കിൽ ഈ ടൈമിന് മോൾ എണിച്ചിട്ടുമില്ല. അപ്പോൾ അങ്ങനെ ടി വി നോക്കിക്കൊണ്ട്